നമ്മളൊരു കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ അല്ല. ഇപ്പൊ നമ്മളൊരു കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മളൊരു കാര്യം ഹോപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഗിവിംഗ് സമൺ എൽസ് ദി പവർ ടു ഡിസൈഡ്. അതില് നമ്മൾ സ്വയം ഒരു തീരുമാനമല്ല എടുക്കുന്നത്. നമ്മളെ ചുറ്റുമുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനോട് നമ്മൾ പറയാണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, അത് നടക്കുമോ നടക്കൂല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്കൊരു പവർ കൊടുക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദാറ്റ്സ് നോട്ട് വാട്ട് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ ഈസ്. ഹലോ എവരി വൺ, മൈ നെയിം ഈസ് അനാഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ് മാനിഫെസ്റ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് ലൈഫിൽ ആപ്ലിക്കബിൾ ആവുന്നതിനെ പറ്റിയിട്ട് പറയണമെന്ന് എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പൊ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിളിലായിക്കോട്ടെ മാനിഫെസ്റ്റേഷനെ പറ്റിയുള്ള സെർച്ച് ഹിസ്റ്ററി വളരെയധികം കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 700 to 800% ആണ് ഈ ഒരു മാനിഫെസ്റ്റേഷനെ പറ്റി ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ളതിന്റെ ഒരു ബേസിക് മുതലുള്ള കാര്യം പറഞ്ഞാൽ, ഓൾസോ ഇഫ് യു ആർ സമൺ ട്രൈങ് ടു മാനിഫെസ്റ്റ് ആൻഡ് ആ ഒരു കാര്യം വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ, ഇറ്റ്സ് മേ ബി ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ ഈസ്. അതുകൊണ്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് പോലെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. സോ മേക്ക് ഷുവർ യു ഗൈസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് മാനിഫെസ്റ്റേഷൻ, വാട്ട് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ ഈസ്, അതിന്റെ ഒരു പ്രോപ്പർ ക്ലിയർ ഡെഫിനിഷൻ. ഈ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്കുള്ള ഒരു 50% ഓഫ് ഡൗട്ടും ഈ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ പറഞ്ഞു തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെയൊക്കെ സോൾവ് ആവും. രണ്ടാമത്തത്, ആ ഒരു മാനിഫെസ്റ്റേഷന്റെ സയൻസ് എന്താണ് അതും കൂടിയും പറഞ്ഞുതരാം. ആൻഡ് ഓൾസോ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നും പറഞ്ഞുതരാം. ബിക്കോസ് നിങ്ങൾക്ക് അറിയാവുന്ന കുറെയൊക്കെ ടോപ്പ് പെർഫോമിംഗ് അത്ലീറ്റ്സ് ഒക്കെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തിട്ടാണ്, ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. ഇനി മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്തൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ അല്ലാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് തിങ്കിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഹോപ്പിംഗ് ദാറ്റ് സംതിങ് ഈസ് ഗോയിങ് ടു കം ടു യു. ഓക്കെ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആ ഒരു കാര്യം നമ്മളിലോട്ട് വരും എന്നുള്ളതല്ല. നമ്മളൊരു കാര്യം, ഈ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ ആക്ഷൻസിലോട്ട് ലീഡ് ചെയ്യണം ടു ഗെറ്റ് വാട്ട് യു വാണ്ട്. ദാറ്റ്സ് വേർ മാനിഫെസ്റ്റേഷൻ കംസ് ഇൻ. മാനിഫെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി പ്രിപ്പയറിംഗ് യുവർ മൈൻഡ്, യുവർ ബോഡി ആൻഡ് യുവർ സ്പിരിറ്റ് ടു ഗെറ്റ് വാട്ട് യു വാണ്ട്. മാനിഫെസ്റ്റിംഗ് ശരിക്കും പറഞ്ഞ ഒരു സോർട്ട് ഓഫ് ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ മൈൻഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബോഡി ആയിക്കോട്ടെ, സ്പിരിറ്റ്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾ ട്രെയിൻ ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റിംഗ് ശരിക്കും നമ്മളുടെ ഈ ഡൗട്ട്സ് ആയിക്കോട്ടെ, സെൽഫ് ഡൗട്ട്സ് ആയിക്കോട്ടെ, നമുക്കുള്ള ഓരോ നെഗറ്റീവ് തോട്ട്സ് ആയിക്കോട്ടെ, നമ്മളൊരു കാര്യത്തിലോട്ട് എത്താണ്ടിരിക്കാനുള്ള എന്തൊക്കെ റീസൺസ് ഉണ്ടോ അതൊക്കെ റീട്രെയിൻ ചെയ്ത് മാറ്റിയെടുത്ത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം, അതേപോലെ തന്നെ യുവർ ബോഡി, യുവർ സ്പിരിറ്റ്, യുവർ മൈൻഡ്, ഇതൊക്കെ റീട്രെയിൻ ചെയ്ത് നമുക്ക് വേണ്ട ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ഇൻസ്പയേഴ്സ് യു. നമുക്ക് വേണ്ട ഒരു കാര്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. ബിക്കോസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു ടു സീ and also feel and also act towards it. That's what actual manifestation does. ഇനി അക്കോർഡിംഗ് ടു സയൻസ്, നമ്മളൊരു കാര്യം വിഷ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഹോപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കും എന്ന് വിചാരിക്കുന്നത്, അത് മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഡിഫറെന്റ് ആണ്. ബിക്കോസ് മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് കംസ് ഫ്രം ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹോപ്പ് ചെയ്യുന്നതും വിഷ് ചെയ്യുന്നതൊക്കെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ കൊടുക്കുകയാണ്. ദാറ്റ്സ് നോട്ട് വാട്ട് ആക്ച്വൽ മാനിഫെസ്റ്റേഷൻ ഈസ്. കാരണം അത് രണ്ടും ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി രണ്ട് ഡിഫറെന്റ് കാര്യങ്ങളാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞു, എല്ലാവർക്കും വേണ്ട വൺ ഓഫ് ദ ബിഗസ്റ്റ് ഗോൾ ആണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങാനും അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനെ എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോകാനുള്ള ആ ഒരു എബിലിറ്റി, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വാങ്ങാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പൈസ സ്പെൻഡ് ചെയ്യാനും ഇതിനൊക്കെ ഉള്ള ഒരു എബിലിറ്റി നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ മൊമെന്റ് യു ഹോപ്പ് ഫോർ സംതിങ് എൽസ് ടു ഹാപ്പൻ. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഓ എനിക്കൊരു ലോട്ടറി അടിച്ചാൽ മതിയായിരുന്നു, അവിടെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ലാക്കിൽ നിന്നാണ് റെസ്പോണ്ട് ചെയ്യണം. എനിക്ക് അവിടെ പൈസ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ഇനി ആകെയുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്ന് ഡിസൈഡ് ചെയ്യണം, ഒരു ലോട്ടറി അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ലാക്കിലാണ്. ആൻഡ് ഫോക്കസ് ക്രിയേറ്റ്സ് അട്രാക്ഷൻ. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾ ലൈഫിലോട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ബട്ട് മാനിഫെസ്റ്റിംഗിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യാണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം ഉറപ്പിച്ചിട്ട് ഐ ആം കമ്മിറ്റഡ് ടു മേക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഇൻ മൈ ലൈഫ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നേടിയെടുക്കും എന്ന് പറയുന്നതാണ് ശരിക്കുള്ള മാനിഫെസ്റ്റേഷൻ. ആൻഡ് ദെൻ മാനിഫെസ്റ്റിംഗിൽ യു വിൽ ടേക്ക് അലൈൻഡ് ആക്ഷൻസ്. നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് എംപവർ ചെയ്യും. നിങ്ങൾ അതിനനുസരിച്ച് ലീഡ് ചെയ്ത ഗോളിലോട്ട് എത്താനുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം നിങ്ങൾ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മളൊരു കാര്യം വിഷ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ട്രൈങ് ടു എമിറ്റ് ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ലാക്ക്. ഇപ്പൊ നിങ്ങൾ പറയാണ് ഐ വിഷ് ഐ ഹാഡ് സംബഡി, നിങ്ങൾ അവിടെ ഒരു അലോൺ ആണെന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പോഷർ ആണ് നിങ്ങൾ പുറത്തുള്ള എക്സ്റ്റീരിയർ ഫോഴ്സ് യൂണിവേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഐ വിഷ് ഐ വാസ് ഇൻ എ ഗുഡ് ഷേപ്പ്, നിങ്ങൾ അവിടെ ഷേപ്പിലല്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ആ ഒരു ലൈഫ് ആ ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇല്ലാത്തൊരു കാര്യത്തിൽ നിന്നാണ്. ആൻഡ് ദാറ്റ്സ് നോട്ട് വാട്ട് മാനിഫെസ്റ്റിംഗ് ഈസ്. ആൻഡ് അതിലൊരു സെക്കൻഡ് ബിഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം
ആഗ്രഹിക്കുക, അല്ലെങ്കിൽ വെൻ യു വിഷ് ഓർ ഹോപ്പ് ഫോർ സംതിങ് എൽസ് ടു ഹാപ്പൻ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷ് ചെയ്യാന്നിരിക്കുക, ഇറ്റ്സ് ആക്ച്വലി ഗിവിംഗ് സമ്മൺ എൽസ് ദി പവർ ടു ഡിസൈഡ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ തോട്ട്സ് എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും വന്ന് നിങ്ങളുടെ ഒരു പ്രശ്നം വന്ന് സോൾവ് ചെയ്യുന്നുള്ളതാണ്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. മാനിഫെസ്റ്റിംഗ് ഓൺ ദി അതർ ഹാൻഡ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അട്രാക്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു പവർ, അതൊക്കെ നിങ്ങൾ പുറത്തെടുത്ത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുമാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, തോട്ട്സ് അലോൺ വോണ്ട് ഹെൽപ്പ് യു മാനിഫെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്തെടുക്കാൻ തോട്ട്സ് മാത്രം പോരാ. തോട്ട്സ് ആർ ഗുഡ്, ബട്ട് അത് മാത്രമാകുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങളൊരു കാര്യം പ്രോപ്പർലി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യണം. നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻസ് ലീഡ് ചെയ്ത് നിങ്ങൾ ഗോളിലോട്ട് എത്താൻ. ദാറ്റ്സ് ദ സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ. ഞാൻ ഇതിലൊരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഈ വലിയ വലിയ അത്ലീറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ചില കാര്യങ്ങൾ അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇവരൊരു ആർട്ടിക്കിൾ കൊടുത്തിരുന്നു, വലിയ വലിയ ഒളിമ്പിക് ലെവൽസിലുള്ള അത്ലീറ്റ്സിനെ മെന്റലി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ സൈക്കോളജിസ്റ്റിനെ ഇറക്കും, മെന്റൽ സൈക്കോളജിസ്റ്റിനെ. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ അത്ലീറ്റ്സ് എസ്പെഷ്യലി ഇൻജോർഡ് ആയിട്ടുള്ള അത്ലീറ്റ്സിനെ ഇവർ കോമ്പറ്റീഷൻ ഇറങ്ങുന്നതിന് മുന്നേ ഇവർ മെന്റലി ട്രെയിൻ ചെയ്യിക്കും. അവരുടെ ആ ഒരു സെൽഫ് ഡൗട്ട്, ഫിയറും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇവരെ മെന്റലി പ്രിപ്പയർ ചെയ്യും. അവർ കൂടുതലും ചെയ്യുന്നുണ്ട് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഒക്കെ ആയിരിക്കാം. കാരണം നമ്മളുടെ ബ്രെയിന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്താണ് റിയൽ അല്ലെങ്കിൽ എന്താണ് ഫേക്ക് സിനാരിയോസ്. നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനനുസരിച്ച് മെന്റലി അവർ ഈ അത്ലീറ്റ്സിനെ പ്രിപ്പയർ ചെയ്തിരുന്നു ഈ ഒളിമ്പിക് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ. ആൻഡ് ദാറ്റ്സ് വാട്ട് ഓൾസോ വി ആർ ഓൾസോ ട്രൈങ് ടു ഡു. നമ്മളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ നമ്മളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മെന്റലി നമ്മളുടെ ആ ഒരു കാര്യത്തിലോട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ മെന്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്തിനാണ്? നമ്മളുടെ ഈ ഒരു സെൽഫ് ഡൗട്ട്സ് മാറ്റാനും, നമ്മളുടെ ഫിയേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടക്കില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു കാര്യത്തിലോട്ട് എത്തിക്കാണ്ടിരിക്കണം എന്തൊക്കെ റീസൺസ് ഉണ്ടോ അതൊക്കെ മാറ്റിയെടുക്കാനാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ടേക്ക് ദ ആക്ഷൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്. ചിലപ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ടാവും മാനിഫെസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ആക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ. ബട്ട് അവർ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് അങ്ങനെയല്ല. നമുക്കൊരു കാര്യം നടന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ആക്ച്വലി ഇൻസ്പയർ യു ടു ടേക്ക് സം ആക്ഷൻസ്. സോ ഹോപ്പ് യു ഗൈസ് ആക്ച്വലി എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. മാനിഫെസ്റ്റേഷൻ ഒരു കുറച്ചും കൂടെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ഒരു ന്യൂറോളജിക്കൽ സൈഡിൽ ഞാൻ പറയുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എന്റെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണണമെങ്കിൽ കാണാം. ഇറ്റ് വിൽ ആക്ച്വലി ബി ഹെൽപ്ഫുൾ ടു യു. Hope you guys actually enjoyed watching this video. Make sure you guys like, comment and subscribe. അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye.